നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ പ്രൊമോയുടെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലും നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിനെതിരെയുള്ള ക്രൂരതയാണ്. അതായത് ഇന്നലെ ജാസ്മിനും റസ്മിനും തമ്മിലുള്ള കയ്യാങ്കളി മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഓൾറെഡി ടാസ്കിൽ നിന്ന് പുറത്തുപോയ കിച്ചൺ ടീം, സാവിയുടെ നേതൃത്വത്തിലുള്ള കിച്ചൺ ടീമൊക്കെ പുറത്താണുള്ളത്. അവരെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ റോബോട്ട് ഡേഞ്ചർ ആയിട്ടുണ്ട് എന്ന മുടിയൻ്റെ പരാമർശവും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു ഉന്തും തള്ളും നടക്കുകയാണ്. അവിടെയുള്ള പ്രോപ്പർട്ടി വലിച്ചു എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം എല്ലാവരെയും കൂട്ടിയിട്ട് ഹാളിലിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് നിർദ്ദേശിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വയലൻസ് ഇവിടെ വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല. അതായത് പേഴ്സണൽ ഗ്രിഡ്ജിൻ്റെ പേരിലുള്ള ഒരു വയലൻസ് ആണ് അവർ ഗെയിമിലുടനീളം കാണിക്കുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് അതിഥികളായ സാബുവും ശ്വേതയും അവരുടെ റൂമിലിരിക്കുന്നുണ്ട്. എന്തായാലും തന്നെ ഈ ആഴ്ച ഈ ഒരു രീതിയിലുള്ള ഒരു ട്രെൻഡിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫുൾ വയലൻസ് ആണ്. അതായത് ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ വേറൊരു തരത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നും ജാസ്മിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ റോബോയുടെ ഹെൽമെറ്റ് എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയും റസ്മിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പ്രൊമോയിലൂടെ കാണാൻ സാധിക്കും. എന്തായാണ് അവിടുത്തെ നീക്കമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. അതായത് ഇന്നലെയും ഇന്നുമായിട്ട് ജാസ്മിനെ എതിരെയുള്ള ക്രൂരതയാണ് നമുക്ക് എപ്പിസോഡിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം ഫുൾ നെഗറ്റീവായിട്ടുള്ള ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവ് ഇതിനു ശേഷം കാണാൻ സാധിക്കുമോ എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടതുപോലെ സാബുമോൻ അതായത് ജാസ്മിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗബ്രിയുടെ ഒരു മാല അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ സംസാരിക്കുകയും നമുക്ക് കാണുന്നുണ്ട്. അതായത് ഇവരുടെയൊക്കെ നീക്കം എന്ന് പറയുന്നത് ജാസ്മിനെ ഗെയിമിലേക്ക് കൊണ്ടുവരണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊമോയും ഒരു എപ്പിസോഡുമാണ് അവർ ഇന്നലെയും ഇന്നുമായിട്ട് പ്ലാൻ ചെയ്യുന്നത് ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്ത് നിന്നും. എന്തായാലും സാബുവിൻ്റെയും ശ്വേതയുടെയും എൻട്രിയോട് കൂടി വേറൊരു തരത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വയലൻസ് ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള ഒരു താക്കീതാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ റോക്കി ബായ് പറഞ്ഞതുപോലെ വയലൻസ് വയലൻസ് വയലൻസ്. എന്തായാലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.